കാസർഗോഡ് നിർത്താതെ പോയ ബൈക്കിനെ പിന്തുടർന്ന പോലീസുകാർ വിദ്യാർത്ഥികളെ അകാരണമായി മർദ്ദിച്ചതായി പരാതി. ഉദുമ സ്വദേശിയായ അബ്ദുള്ളയുടെയും പി ഖദീജയുടെ മകൻ മുഹമ്മദ് അജ്നാസിനെയാണ് മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ മർദ്ദിച്ചതായ ആരോപണം. പരിക്കേറ്റ വിദ്യാർത്ഥിയെ ചെങ്കള ഇ.കെ. നായനാർ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിന്നിൽ എന്ത് സാധനമുണ്ട്, സാധനം എടുക്കരുത്, കോളർ പിടിച്ച് ടൈറ്റാക്കി പിടിച്ചിട്ട് പൊക്കി അതിൽ അടിച്ച്. തിങ്കളാഴ്ച വൈകുന്നേരം ഉദുമയിലെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് വാങ്ങി വീട്ടിലേക്ക് പോകുന്ന സമയത്ത് പോലീസ് ജീപ്പ് വിദ്യാർത്ഥി സഞ്ചരിച്ച ബുള്ളറ്റിനെ പിന്തുടർന്നു. നിർത്താതെ പോയ ബുള്ളറ്റ് ഇതിനിടയിൽ മണ്ടലിപ്പാറയിൽ അപകടത്തിൽപ്പെട്ടു. പിന്തുടർന്നെത്തിയ പോലീസുകാർ സാധനം എടുക്കടാ എന്ന് ആക്രമിച്ചുകൊണ്ട് അജ്നാസിനെ മർദ്ദിച്ചുവെന്നാണ് പരാതി. ഇതിനിടയിൽ പോലീസുകാർ ബുള്ളറ്റ് കസ്റ്റഡിയിലെടുത്തു. പോലീസ് മർദ്ദനം കാരണം എറണാകുളത്ത് പഠിക്കുന്ന മകന് അധ്യയനം നഷ്ടപ്പെടുകയും മാനസികമായ പ്രയാസമുണ്ടാകുകയും ചെയ്തതായി മാതാവ് ഖദീജ മേൽപ്പറമ്പ് പോലീസിൽ നൽകിയ പരാതിയിൽ പറഞ്ഞു. ഓടിച്ച ബുള്ളറ്റ് നിയന്ത്രണം വിട്ടു മറിഞ്ഞ് കാലിന് പൊള്ളലേറ്റ് തന്നെ പോലീസ് പറയുന്നത് കേൾക്കാൻ പോലും തയ്യാറാകാതെ മർദ്ദിക്കുകയായിരുന്നുവെന്ന് കാസർകോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന അജ്നാസ് പറഞ്ഞു. അടിയിൽ ഒരു ചെവിൻ ഫുള്ള് ബ്ലാങ്ക് കാണിക്കായി, പിന്നെ കണ്ണിലെന്തോ വന്നാലും മുഖത്തുനിന്ന് ഫുള്ള് ബ്ലഡ് വരുന്ന കണക്കൊക്കെ തോന്നി. ഇങ്ങനെ ആ ഒരു ടൈമിൽ ഫുള്ള് തൈറ്റായിട്ട് എന്നിട്ട് നോക്കി, എന്നിട്ടും ബാക്കി വന്ന 2 പോലീസുകാരും അടിച്ച്. ഇത് 3 ആളും മാറി മാറി അടിച്ചത്. എന്നിട്ട് എന്നോട് ചോദിച്ചു സാധനം എടുക്കും. ഞാൻ എന്ത് സാധനം ഇല്ല സാറേ. യാതൊരു തെറ്റും ചെയ്യാത്ത വിദ്യാർത്ഥിയായ തന്റെ മകനെ പോലീസുകാർ അകാരണമായി മർദ്ദിക്കുകയും നാട്ടുകാരുടെ മുന്നിൽ അപമാനിക്കുകയും ചെയ്തുവെന്ന് മാതാവ് പരാതിയിൽ പറയുന്നു. എന്നാൽ അജ്നാസ് സഞ്ചരിച്ച ബുള്ളറ്റ് ഒരു വാഹനത്തെ ഇടിച്ചതുമായി കേസെടുത്തിട്ടുണ്ടെന്നും ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായുള്ള പതിവ് പരിശോധനകൾ നടത്തുക മാത്രമാണ് പോലീസ് ചെയ്തിട്ടുള്ളതെന്നും വിദ്യാർത്ഥിയെ മർദ്ദിച്ചിട്ടില്ലെന്നുമാണ് പോലീസിന്റെ നിലപാട്. സംഭവത്തിൽ മേൽപ്പറമ്പ് പോലീസ് കാസർകോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന വിദ്യാർത്ഥിയുടെ മൊഴിയെടുത്തിട്ടുണ്ട്. ന്യൂസ് മലയാളം, കാസർഗോഡ്.